കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 587, സൂറത്തുൽ ഹിജ്ർ ആയത്തുകൾ 78 മുതൽ 99 വരെ, പേജ് നമ്പർ 920. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ കാന അസ്ഹാബുൽ ഐകതി ലളാലിമീൻ فانتقمنا منهم وإنهما لبإمام مبين. ولقد كذب أصحاب الحجر المرسلين وآتيناهم آياتنا فكانوا عنها معرضين. وكانوا ينحتون من الجبال بيوتا آمنين فأخذتهم الصيحة مصبحين فما أغنى عنهم ما كانوا يكسبون. وما خلقنا السماوات والأرض وما بينهما إلا بالحق وإن الساعة لآتية فاصفح الصفح الجميل. إن ربك هو الخلاق العليم. ولقد آتيناك 7 من المثاني والقرآن العظيم. لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن عليهم واخفض جناحك للمؤمنين. وقل إني أنا النذير المبين. كما أنزلنا على المقتسمين الذين جعلوا القرآن عظيم. فوربك لنسألنهم أجمعين عما كانوا يعملون. فاصدع بما تؤمر وأعرض عن المشركين. إنا كفيناك المستهزئين الذين يجعلون مع الله إلها آخر فسوف يعلمون. ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين. واعبد ربك حتى يأتيك اليقين. സൂറത്തുൽ ഹിജ്ർ ആയത്ത് 78, പേജ് 920. വഇൻ കാന അസ്ഹാബുൽ ഐകതി ലളാലിമീൻ. നിശ്ചയമായും ഐക്കത്തുകാർ അക്രമികൾ തന്നെയായിരുന്നു. ധാരാളമായി മരങ്ങൾ തിങ്ങിക്കൂടി പന്തലിച്ച് നിൽക്കുന്ന സ്ഥലമാണ് ഐക്കത്ത്. അങ്ങനെയുള്ളൊരു സുഖവാസ കേന്ദ്രത്തിൽ താമസിച്ചിരുന്ന കൂട്ടരിൽ ഷുഐബ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു അയച്ചു. അവർ നിഷേധിക്കുകയും എതിർക്കുകയും റസൂലിനെ ദ്രോഹിക്കുകയും ചെയ്തു. മക്കക്കാർ ഷാമിലേക്ക് പോകാറുള്ള വഴിയിലാണ് ആ സ്ഥലം. മദിയൻ പ്രദേശത്തിനടുത്താണ്. ആയത്ത് 79. ഫന്തഖംനാ മിൻഹും. അതിനാൽ അവരെ നാം ശിക്ഷിച്ചു. വഇന്നഹുമാ ലബിഇമാമിൻ മുബീൻ. ആ 2 സ്ഥലങ്ങളും തെളിഞ്ഞ പാതയിൽ തന്നെയാകുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ രാജ്യവും ഐക്കത്തും യാത്രക്കാർക്ക് നല്ലവണ്ണം കാണാൻ തക്കവണ്ണം തുറന്ന വഴിയിലാണ്. അതായത് സ്വദോം പ്രദേശവും
ചാവു തടാകവും മദിയൻ ദേശവും. മക്കക്കാർക്കും മറ്റും കാണാവുന്ന സ്ഥലങ്ങളാണവ. അവരെന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമെല്ലാം ഉപയുക്തമാണ്. ആയത്ത് 80. വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്റിൽ മുർസലീൻ. നിശ്ചയമായും ഹിജറുകാർ ദൈവദൂതന്മാരെ കളവാക്കി. ആയത്ത് 81. വആതൈനാഹും ആയാതിനാ ഫകാനൂ അൻഹാ മുറിദീൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നാം നൽകി, എന്നാൽ അവർ അവയിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിത്തീർന്നു. ആയത്ത് 82. വകാനൂ യൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ആമിനീൻ. അവർ പർവ്വതങ്ങൾ തുരന്ന് വീടുണ്ടാക്കി നിർഭയരായി കഴിയുകയായിരുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 588. സൂറത്തുൽ ഹിജ്ർ ആയത്ത് 83, പേജ് നമ്പർ 921. ഫഅഖദതുഹുമുസ് സ്വൈഹതു മുസ്ബിഹീൻ. അവർ പ്രഭാതവേളയിലായപ്പോൾ ഘോരനാദം അവരെ പിടികൂടി. ആയത്ത് 84. ഫമാ അഗ്നാ അൻഹും മാ കാനൂ യക്സിബൂൻ. അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവർക്ക് ഉപകരിച്ചില്ല. ഹിജർ മദീനയിൽ നിന്ന് ഷാമിലേക്കുള്ള വഴിയിലുള്ള ഒരു പ്രദേശമാണ്. ഹിജറുകാർ എന്ന് പറഞ്ഞത് സമൂദ് സമുദായത്തെ പറ്റിയാണ്. അവരുടെ റസൂൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിയാണ്. ഇപ്പോൾ മദായിൻ സ്വാലിഹി എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. മലകൾ തുരന്നുണ്ടാക്കിയ വീടുകൾ ഇപ്പോഴും വ്യക്തമായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്കുള്ള യാത്രയിൽ ഹിജറിൽ കൂടി നടന്നു പോയപ്പോൾ തല കുനിച്ചു പിടിക്കുകയും ഒട്ടകത്തെ വേഗം നടത്തുകയും സ്വഹാബികളോട് ഇപ്രകാരം പറയുകയും ചെയ്തു: നശിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ വീടുകൾക്കിടയിൽ കൂടി കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ നടക്കരുത്. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ ഉണ്ടാക്കി കരയുവീൻ. അവർക്ക് അനുഭവപ്പെട്ടത് നിങ്ങൾക്കും അനുഭവപ്പെട്ടേക്കുമെന്നുള്ള ഭയത്താൽ. ബുഖാരി 33:80. ഇവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറാഫിലും ഹൂദിലും കഴിഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ ആയത്ത് 85. വമാ ഖലഖനസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. ആകാശങ്ങളെയും ഭൂമിയെയും അത് രണ്ടിനുമിടയിലുള്ളതിനെയും യുക്തിപൂർവമായിട്ടല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. നിശ്ചയമായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും. അതിനാൽ നീ ഭംഗിയായി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. നിനക്ക് ഇവിടെ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളും വിഷമതകളും സഹിക്കുകയും മര്യാദ കെട്ടവരോട് പൊറുക്കുകയും ചെയ്യുക. നിഷേധികളുടെയും ധിക്കാരികളുടെയും നിലപാട് കണ്ട് വ്യാകുലപ്പെടേണ്ടതില്ല. അന്ത്യനാളിൽ എല്ലാവർക്കും അർഹതപ്പെട്ടത് നൽകും, അതിലൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അവരുടെ ധിക്കാരത്തിന് നീ അവർക്ക് മാപ്പ് നൽകുക. ആയത്ത് 86. ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. നിശ്ചയമായും നിന്റെ റബ്ബ് മഹാസൃഷ്ടാവും സർവജ്ഞനുമാകുന്നു. ആയത്ത് 87. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. സത്യമായും ആവർത്തിച്ചാവർത്തിച്ച് ഓതുന്ന 7 വചനങ്ങളും മഹത്തായ ഖുർആനും നിനക്ക് നാം തന്നിരിക്കുന്നു. ആവർത്തിച്ചോതുന്ന 7 വചനങ്ങൾ എന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹയുടെ പ്രാധാന്യത്തെയും ശ്രേഷ്ഠതയും സംബന്ധിച്ച് ഫാത്തിഹയുടെ വ്യാഖ്യാനം നോക്കുക. ഫാത്തിഹ ഖുർആനിലുള്ളത് തന്നെയെങ്കിലും അതിൻ്റെ പ്രാധാന്യവും മഹത്വവും കൊണ്ട് മേൽപ്രകാരം പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. ആയത്ത് 88. ലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. അവരിൽ കുറെ വിഭാഗങ്ങൾക്ക് നാം സുഖഭോഗങ്ങൾ നൽകിയിട്ടുള്ളതിലേക്ക് നീ കണ്ണുനീട്ടരുത്. പേജ് 922. ഈ ലോകത്ത് ചിലർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സുഖ സൗകര്യങ്ങൾ കണ്ടിട്ട് അതുപോലെ എനിക്കും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് മോഹിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ഇത് പൊതുവെ മനുഷ്യരിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ്. ദുനിയാവിന് വില കൽപ്പിക്കാത്തവർ മാത്രമേ അതിൽ നിന്നൊഴിവുള്ളൂ. അവർക്കൊരു പരീക്ഷണമാണത്. വലാ തഹ്സൻ അലൈഹിം. അവരെ സംബന്ധിച്ച് നീ വ്യസനിക്കേണ്ട. അവർ വിശ്വസിക്കാത്തതിനെ സംബന്ധിച്ച് ദുഃഖിക്കേണ്ട. വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് വേണ്ടി നിന്റെ ചിറകിനെ നീ താഴ്ത്തിക്കൊടുക്കുക. മുഅ്മിനുകളോട് അവരിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ വിനയത്തോടെയും സൗമ്യമായും പെരുമാറുക. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 589. സൂറത്തുൽ ഹിജ്ർ
ആയത്ത് 89, പേജ് നമ്പർ 922. വഖുൽ ഇന്നി അനന്നദീറുൽ മുബീൻ, നിശ്ചയമായും ഞാൻ തന്നെയാണ് പ്രത്യക്ഷ താക്കീതുകാരൻ എന്ന് പറയുകയും ചെയ്യുക. നിങ്ങൾക്ക് വന്നേക്കാവുന്ന അപകടത്തെ സംബന്ധിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. അത് വളരെ വ്യക്തമായ വാചകത്തിൽ പറയുന്നു. ആയത്ത് 90. കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ, പങ്കിടുന്നവരുടെ മേൽ നാം ഇറക്കിയതുപോലെ. ആയത്ത് 91. അല്ലദീന ജഅലുൽ ഖുർആന ഗദീൻ, അതായത് ഖുർആനെ പല ഭാഗങ്ങളാക്കിയവരുടെ മേൽ. ഈ ജനങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാനായി പരിശുദ്ധ ഖുർആൻ ഇറക്കിയതുപോലെ മുമ്പ് യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും വേദം ഇറക്കിക്കൊടുത്തു. അവർ വേണ്ടതുപോലെ അത് സ്വീകരിച്ചില്ല. വേണ്ടതുപോലെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഖുർആനെയും സ്വീകരിക്കേണ്ടതായിരുന്നു. അവരുടെ വേദത്തിൽ പല മാറ്റങ്ങളും വരുത്തി. എന്നിട്ട് തങ്ങളുടെ താല്പര്യങ്ങളോടും ദഹേച്ഛകളോടും യോജിച്ചതായി കണ്ട ഖുർആനിലുള്ളതിനെ അവർ സ്വീകരിക്കുകയും അല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്തു. അങ്ങനെ ഖുർആനെ പല ഭാഗങ്ങളായി അവർ തിരിച്ചു പങ്കിടുന്നവരെന്നും ഭാഗങ്ങളാക്കിയെന്നും പറഞ്ഞത് കൊണ്ടുദ്ദേശ്യം ഇതാണ്: മുമ്പ് വേദം നൽകപ്പെട്ടവരുടെ നിലയാണിത്. ഇതുപോലെ നിങ്ങൾക്കും ഇതാ വേദം ഇറക്കിത്തരുന്നു. അവരുടെ സ്വഭാവമുണ്ടാകുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ആയത്ത് 92. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ, എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അവരെ എല്ലാവരെയും നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ആയത്ത് 93. അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച്. ആയത്ത് 94. ഫസ്ദഅ ബിമാ തുഅ്മറു, അതുകൊണ്ട് നിന്നോട് കൽപ്പിക്കപ്പെടുന്നത് നീ വെട്ടി തുറന്ന് പറയുക. വഅറിദ് അനിൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരെ നീ അവഗണിക്കുകയും ചെയ്യുക. അവർ പറയുന്നത് നീ ഗൗനിക്കുകയോ അവരുടെ ഉപദ്രവം ഭയപ്പെടുകയോ വേണ്ട. പേജ് 923, ആയത്ത് 95. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, പരിഹസിക്കുന്നവരിൽ നിന്ന് നിന്നെ നാം സംരക്ഷിച്ചിരിക്കുന്നു. ശത്രുക്കളുടെ ഉപദ്രവം അള്ളാഹു തടുത്തിരിക്കുന്നു എന്നത് അനുഭവ യാഥാർത്ഥ്യമാണ്. ചതിയിലൂടെയും മറ്റും പ്രവാചകനെ വധിക്കാൻ ശത്രുക്കൾ പലതും ചെയ്തു. അള്ളാഹു അത്ഭുതകരമായി അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി. കഠിന ശത്രുക്കളുടെ പര്യവസാനം ദയനീയ നാശവും പതനവുമായിരുന്നു. ആയത്ത് 96. അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ആരാധ്യനെ സ്വീകരിക്കുന്നവരായ പരിഹാസക്കാരുടെ ശല്യം നാം ഒഴിവാക്കിയിരിക്കുന്നു. ഫസൗഫ യഅലമൂൻ, എന്നാൽ പിന്നീട് അവർ അറിഞ്ഞുകൊള്ളും. ആയത്ത് 97. വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിന്റെ മനസ്സ് വിഷമിക്കുന്നു എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. ആയത്ത് 98. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അതുകൊണ്ട് നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്രം ചെയ്യുക. വകും മിനസ് സാജിദീൻ, നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക. ആയത്ത് 99. വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വന്നെത്തുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക. ആരാധനയുടെ വിഷയത്തിൽ ഇടമുറിച്ചിൽ വരരുത്. റബ്ബിനോട് ആരാധനയിൽ മുഴുകിയിരിക്കണം മരണം വരെ. ആരാധനാ നിരതനാവുക എന്നത് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല. ഇസ്ലാമിൽ വളരെ എളുപ്പമാണ്. ഓരോ സന്ദർഭങ്ങളിലുമുള്ള ദിക്റുകളും ദുആകളും പതിവാക്കുക. കർമാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവേ, എൻ്റെ പര്യവസാനം നന്നാക്കി തരണേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, സ്വർഗത്തിലാക്കി തരണേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ, ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രാർത്ഥന നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ത്വരീഖത്തുകാരും സൂഫികളും വലിയൊരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. യഖീൻ എന്നതിന് ഉറപ്പ് എന്ന് അർത്ഥം പറഞ്ഞു. എന്നിട്ട് ഉറപ്പ് ലഭിക്കും വരെ ആരാധന ചെയ്യുക എന്നും ഉറപ്പ് ലഭിച്ചാൽ പിന്നെ ഇബാദത്തിൽ ശ്രദ്ധിക്കേണ്ടതില്ലെന്നും ഹറാം ഹലാൽ വ്യത്യാസമില്ലാതെ ഇഷ്ടം പോലെ ജീവിക്കാമെന്നും ദുർവ്യാഖ്യാനിച്ചു. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ചില വ്യാജ ഔലിയാക്കന്മാർ അപ്രകാരം ചെയ്യുന്നത് ഉറപ്പ് കിട്ടുന്നത് വരെ മതി ഇബാദത്ത് എന്ന് ഈ ആയത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അവർ രക്ഷപ്പെട്ട് ഉറപ്പ് കിട്ടിയവരാണെന്നും ചില വിഡ്ഢികൾ പറയുന്നു. ഖുർആൻ കൊണ്ട് ചില കൂട്ടരെ അള്ളാഹു വഴികേടിലാക്കും എന്ന് പറഞ്ഞവരിൽ പെട്ടവരാണവർ. പ്രവാചകനും സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബികളും
മരണം വരെ ആരാധനാകർമ്മങ്ങളിൽ മുഴുകിയവരായിരുന്നു എന്നത് പരക്കെ അറിയപ്പെട്ട കാര്യമാണ്. പുണ്യകർമ്മങ്ങൾ കൂടുതൽ അനുഷ്ഠിച്ച് സ്വർഗപ്രവേശനം ലഭിക്കുന്ന അടിയാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സൂറത്ത് അൽ ഹിജ്ർ അവസാനിച്ചു.